വാട്ട് ഹാപ്പൻ ടു മിസ്റ്റർ ശേഖർ? ഏറെ പ്രതീക്ഷയോടെയാണ് ഞാൻ നിങ്ങളെ ഈ നഗരത്തിലേക്ക് അയച്ചത്. അതുകൊണ്ട് പലരുടെ അപ്രീതിയും ഉണ്ടായി. എങ്കിലും സാരമില്ല, പട്ടണത്തിൽ നല്ലൊരു ഓഫീസറെ കിട്ടുമല്ലോ എന്ന് കരുതി. ബട്ട് ഹാവ് ടെറിബിളി ഡിസപ്പോയിന്റഡ് മീ. എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റും, പക്ഷേ ദിസ് ഈസ് ടു മച്ച്. എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. പട്ടാപ്പകൽ. ഈ നാണക്കേട് ഒഴിവാക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അയാളെ എങ്ങനെയും കണ്ടുപിടിക്കുക. ഐ റിപ്പീറ്റ്, അറ്റ് എനി കോസ്റ്റ് ഫൈൻഡ് ഹിം. That's all for the time being, gentlemen. ഇന്ന് നേരത്തെ എത്തിയല്ലോ. എന്റെ സുഖമില്ലേ? ഓ, ഒന്നുമില്ല. നീ ഒരു ചായ ഇട്. ഹലോ, ഞാനാണ് കൃഷ്ണൻ, അമ്പലക്കാടൻ. എന്തു വേണം? അല്ല, ചിലതൊക്കെ കേട്ടു. ശരിയാണോ? അപ്പൊ അടി തെറ്റിയ ആനയും മുഴുവല്ലേ? ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോഴല്ലേ അന്ന് നിങ്ങൾ എന്നെ ആട്ടി ഓടിച്ചത്? അല്ല, അറിഞ്ഞതെങ്ങനെങ്കിലും ആവട്ടെ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്പെക്ടർ ശേഖരനിൽ മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ. ഏതായാലും സാർ ഇനി പലതും കേൾക്കേണ്ടി വരും. റാസ്കൽ, നിനക്കൊരു പുല്ലും ചെയ്യാൻ പറ്റില്ലടാ. ഇനി എന്താണ് ആ സന്തോഷ വാർത്ത എന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് വേണ്ടി ചിൽഡ്രൻസ് പാർക്ക് സംഭാവന ചെയ്ത അങ്കിള് തന്നെ ഒരു ചിൽഡ്രൻസ് ലൈബ്രറിയും ഒരു ഗെയിംസ് റൂമും നമുക്ക് നിർമ്മിച്ചു തരുന്നു. പണക്കാരായ പലരും സ്വന്തം സുഖസൗകര്യങ്ങൾ മാത്രം നോക്കുന്ന ഇക്കാലത്ത് അദ്ദേഹത്തെ പോലെയുള്ള നല്ല മനുഷ്യരെ നാം ആദരിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികൾക്കെല്ലാം അങ്കിളിനെ നേരിലൊന്ന് കാണണമെന്ന് വലിയ നിർബന്ധം. അതൊക്കെ പിന്നെ ആവാച്ചോ. മിസ്റ്റർ ആന്റണി പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എങ്ങനെ? ഇതുപോലുള്ള അനാഥാലയങ്ങൾക്ക് 100 രൂപ സംഭാവന കൊടുക്കുന്നവർ പോലും പേരും പടവും പത്രത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എത്രയോ സഹായങ്ങൾ ചെയ്യുന്ന ആന്റണി സ്വന്തം പേര് പുറത്തു പറയുവാൻ പോലും മടിക്കുന്നു. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുന്നല്ലേ അച്ചോ പ്രമാണം. പേരെടുക്കാൻ വേണ്ടിയാണെങ്കിൽ സഹായം എന്ന വാക്കിന് തന്നെ അർത്ഥം ഉണ്ടാവില്ലല്ലോ. ശരിയാണ്. ഞാൻ മറ്റേ കർത്താവിന്റെ അനുഗ്രഹവും എപ്പോഴും മോനുണ്ടായിരിക്കും. ഒരു സംശയം ചോദിച്ചോട്ടെ അച്ചോ. സമൂഹത്തിൽ ഒരുപാട് പേരെ പറ്റിച്ച് സ്വന്തം കേശ വീർപ്പിക്കുന്നവർ മാന്യന്മാരായി ജീവിക്കുന്നു. നല്ല മനസ്സുള്ളവർ സമൂഹത്തിന് ആവശ്യമില്ലാത്തവരായി മാറുന്നു. ദൈവം ഇതൊന്നും കാണുന്നില്ല. തീർച്ചയായും സ്വർഗരാജ്യം എപ്പോഴും സന്മനസ്സുള്ളവർക്കായിരിക്കും. ആയിരിക്കും. എന്താ പോലീസ് ഇവിടെ? എവിടെയെങ്കിലും കുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവരെ അന്വേഷിച്ചു വന്നതായിരിക്കും. ആ ശരി, ഞാൻ വരട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സാറെന്താ മറുപടി ഒന്നും പറയാത്തേ? നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല സാർ. മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സാറന്മാര് ഇതുപോലെ കൊടികെട്ടി വേണം കള്ളന്മാരെ പിടിക്കാൻ. ഇതിലും ചീപ്പായിട്ടൊക്കെ ചെയ്തിട്ടില്ലേ? എന്നാലും എങ്ങനെയാടോ ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു കള്ളനെ ഏൽപ്പിക്കുക? ജോസ് കള്ളനല്ല, കേടിയാ. കള്ളനായാലും കേടിയായാലും നമുക്ക് കഴിവില്ലാത്തോണ്ടാണെന്ന് വരില്ലേ? അത് വരും. ഇതൊക്കെ ആരറിയാനാ സാർ? അവൻ എവിടെയാണെന്ന് ജോസ് കണ്ടുപിടിക്കട്ടെ. ഫലം മനസ്സിലാക്കിയ നമുക്ക് തന്നെ ചെന്നവനെ പൂട്ടാലോ. പേര് നമുക്ക് കിട്ടുകയും ചെയ്യും. അയ്യോ സാറേ, അയാളെ ഞാൻ എങ്ങനെ അറിയാനാ? തന്നെയുമല്ല, കുറച്ചു നാളായിട്ട് ഞാൻ പുറത്തോട്ടെങ്ങും പോകാറില്ല. സംശയം ഉണ്ടെങ്കിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിയാട്ടെ. നീ വന്നേ പറയട്ടെ. രാവിലെ തന്നെ ഉണ്ടല്ലോ. കൂടെ വന്നിരിക്കാൻ ആരാന്നറിയോ? അറിയാമേ, അതാണ് ഞാൻ പത്തി ഒതുക്കി മാളത്തിൽ തന്നെ കൂടിയത്. ആദ്യത്തെ റൗണ്ടിൽ തന്നെ നെന്നും കൂട്ടിനും പൊക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരുത്തൻ ഇടപെട്ടോണ്ടാ നീ ഇവിടെ കഴിഞ്ഞുകൂടി പോണേ. അതെനിക്ക് അറിയാം സാർ. സാറ് കുറച്ചധികം കാലം ഇവിടെ ഉണ്ടാവും. അതുവരെ നിനക്ക് ഇവിടെ അടങ്ങി ജീവിക്കാൻ പറ്റുമോ? അത് പിന്നെ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് കൂടി ഗുണകരമായ രീതിയിൽ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാവണം. ഭാവിയിൽ നിനക്കും അത് എഫക്ട് ചെയ്യും. അതുകൊണ്ട് ഏത് മാളത്തിലുണ്ടായാലും അവനെ പുകച്ച് പുറത്തിയായിരിക്കണം. അത് നിനക്കേ പറ്റൂ. അത് ഞാൻ ശ്രമിച്ചു നോക്കാം. നോക്കിയാ പോരാ, നടത്തണം. എന്റെ പൊന്നു ജോസേ, നീ ഈ പോലീസിന്റെ ചാരപ്പണിക്കൊന്നും നിൽക്കണ്ട. കള്ളൻ ഏതായാലും നമ്മുടെയൊക്കെ വകുപ്പൊന്നാ. ഇൻസ്പെക്ടർമാര് മാറി മാറി വരും. പക്ഷെ നമ്മൾ ഈ തൊഴിലും കൊണ്ട് ജീവിക്കേണ്ടവരാ.
തന്നെയുമല്ല അവരൊക്കെ വലിയ വലിയ നിലയിൽ കക്കുന്നവരാ. അവരെവിടെ നമ്മളെവിടെ? അയാൾ ആരാണെന്ന് അറിഞ്ഞാ മതി, ബാക്കി കാര്യമെല്ലാം ഞാൻ ഏറ്റു. അങ്ങനെ നമ്മളെക്കാൾ വലിയവനായിട്ട് ഇവിടെ ആരും വലസണ്ട. ചിലപ്പോ നമ്മുടെ തുരപ്പം വാസുമായിരിക്കും ഇനി. അവനിപ്പം വീറിലല്ലേ? ജോസ് പറഞ്ഞ രൂപം ഭാവം വെച്ച് നോക്കുമ്പോ തോമസ് ആവാനാ വഴി. നിനക്ക് വല്ല ഭ്രാന്തുണ്ടോടാ? അവൻ ഈ തൊഴിലെല്ലാം നിർത്തി കല്യാണം എല്ലാം കഴിച്ച് പോണ്ടിച്ചേരില്ല. നമ്മുടെ ചീങ്കണ്ണി എന്തോ ജയിലിൽ നിന്ന് ഇറങ്ങിയത് കേട്ടു. ഇനിയിപ്പോ അവനായിരിക്കുമോ? അവരെല്ലാം നമ്മുടെ പോലീസുകാർക്ക് നന്നായിട്ട് അറിയാം. അവരാരും ആകാൻ വഴിയില്ല. അതും ശരിയാ. അപ്പൊ ആള് തീർച്ചയായിട്ടും വരുത്തനായിരിക്കും. വല്ല ബോംബെന്നോ കൽക്കട്ടയെന്നോ. എന്തായാലും ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാവോ നോക്കാം. ജമാലേ പോയി അവിടെ നിന്നേടാ. നിന്നെ ഞാൻ ഇത് എവിടൊക്കെ തിരക്കി. നിന്റെ ഉമ്മാടി ചോദിച്ചപ്പോ നീ മാർക്കറ്റിൽ പോയിരിക്കാന്ന് പറഞ്ഞു. മാർക്കറ്റ് മുഴുവൻ മഷിയിട്ട് നോക്കി നിന്നെ കണ്ടില്ലല്ലോ. മാർക്കറ്റിൽ നിന്ന് ഞാൻ നേരെ റേഷൻ പിടിയിൽ പോയി. ആ. നിങ്ങൾ എവിടെയാ? എന്നെ മനസ്സിലായില്ല. ഇല്ല. ശരി ബാ പറയാം. നിന്റെ ബാബുക്കയുടെ വീട്ടിൽ വെച്ച് നീ എന്നെ കണ്ടിട്ടില്ല. ഇല്ല. ആ എന്നാ ബാബുക്കോട് പിന്നെ ചോദിച്ചാ മതി ഈ ജോസ് ആരാണെന്ന്. അപ്പം മൂപ്പര് പറയും ഞങ്ങള് ബെടാ ബെടാ ദോസ്തുക്കളാ. ഇപ്പൊ മനസ്സിലായോ? ഇല്ല. ബാബുക്കയാ പറഞ്ഞത് ജമാലിനോട് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്നു. പുതിയൊരു പുള്ളി ഇറങ്ങിയിട്ടുണ്ടല്ലോ സിറ്റിയിൽ. അവനെ കൊണ്ടൊരു കാര്യം സാധിച്ചെടുക്കാനാ. അല്ല 19,000 രൂപ അവന് കൊടുക്കും. അതുകൊണ്ട് നിനക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവുന്ന കൂട്ടിക്കോ. എങ്ങനെ ആളെ ഒന്ന് കാണുക. നിങ്ങൾ ആരെ പറ്റിയാ പറയുന്നത്? എടോ എല്ലാ കാര്യങ്ങളും ബാബുക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിനക്കറിഞ്ഞൂടെ ബാബുക്കയായിട്ട് ഇടപാടുള്ള ആ പുതിയ പുള്ളിയെ? നീയല്ലേ ഇടനിലക്കാരൻ. നിങ്ങൾ ആരാ? ഇമാതിരി കാര്യം നിങ്ങൾ എന്നോട് പറയണ്ടാട്ടാ. ചേട്ടാ ഇവനെന്ത് മനുഷ്യൻ. പോട്ടെ. നിക്കടോ. സൂറയുടെ കുട്ടികൾ വിശന്ന് കരയുന്നുണ്ടാവും. ഈ അരി എത്തിയിട്ട് വേണം. ഈ പുള്ളിയെ നിനക്കറിയാവുന്ന എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പറയടാ അവനെവിടെ കിട്ടും? ഞമ്മക്കറിയില്ല. ബാബുക്കാനോട് തന്നെ ചെന്ന് ചോദിക്ക്. ബാബുക്ക പറയുന്ന പണി ചെയ്യാന്നല്ലാതെ മൂപ്പര് തന്നെ പറഞ്ഞിട്ടുണ്ട് മൂപ്പരുടെ ഭാര്യയോട് പോലും ഒരൊറ്റ അക്ഷരം മിണ്ടാൻ പാടില്ലെന്ന്. പോയിക്കോട്ടെ. നിക്കടാ അവിടെ. ഡാ, അവിടെ നിൽക്കാൻ. നീ പറയത്തില്ല അല്ലേ? പറയണോ? ആരെയാടാ നിനക്ക് കാണേണ്ടത്? എന്നെയാണോ? എന്നെപ്പറ്റി പോലീസിലെങ്ങാനും പറഞ്ഞ കളവ് കേസിന് മാത്രമായിരിക്കില്ല ഞാൻ ജയിലിൽ പോകുന്നത്, കൊലപാതകത്തിനൂടിയായിരിക്കും. നിന്നെ കൊന്നിട്ട്. സോറ, സക്കീർ ഉറങ്ങിയ? അകത്തുണ്ട്. ഇരിക്കി. നമ്മളാ കുമാരന്റെ പറമ്പത്തെ തൈക്കുണ്ടിലൊന്ന് വീണ് അരിയും സാധനങ്ങളൊക്കെ കുറെ പോയി. പെങ്ങളാ തല്ലുംപിടി ഉണ്ടായിന്ന് പറഞ്ഞാ ഉമ്മയും പെങ്ങളും വെറുതെ ബേജാറാവും. പോലെ ആളെയും കൂട്ടി വന്ന് ഇനിയും കുഴപ്പമുണ്ടാക്കുന്ന നമ്മളെ പേടി. ഇനി ഒരുത്തനും വരൂല. എവിടെയായിരുന്നടാ നീ? ചൂട്ട് കത്തിക്കാണ്ട് ഇരുട്ടത്ത് വരെന്ന് പറഞ്ഞാ ഓന് തിരിയില്ല. വീണ്ടും മുറിഞ്ഞ ഒന്നും പറ്റിയില്ല ഉമ്മ. ഇത് നമ്മളെ ദോസ്താ. ഉണക്ക ചെമ്മീൻ ഉണ്ടെങ്കിൽ കുറച്ച് ചമ്മന്തി ഇറക്കി. ഒന്നും വേണ്ട. കഞ്ഞി കുടിക്കാൻ നിങ്ങളെയൊന്നും വിടൂല. ഇയാൾ ആരാ? ഞാനിവിടെ അടുത്ത് തന്നെയാണ് ഉമ്മ. അടുത്തെവിടെ? കുഞ്ഞിക്കണ്ണി മേസ്ത്രിയുടെ? അതല്ല, ജംഗ്ഷൻ കഴിഞ്ഞു പോണം. എന്താ പണി? ഉമ്മ കഞ്ഞി ഉണ്ടാക്ക് വേഗം. ആ. മോനെ ഉറങ്ങിയില്ലേ? പെങ്ങളെ മൂത്ത മോനാ. കൂട്ടുകാരന്റെ പേരെന്താ? പേര് പപ്പൻ.
മോൻ പോയി ഉറങ്ങിക്കോ, കഞ്ഞിയാവുമ്പോ വിളിക്കാം. ഇപ്പോഴെങ്കിലും പേരറിഞ്ഞല്ല. പെങ്ങളുടെ ഭർത്താവ് അവിടെ ഇല്ലേ? മൂപ്പര് കുവൈത്തിലാ. ഓഹോ. അവിടെ വലിയ എണ്ണ കമ്പനിയൊക്കെ ഉള്ള ആളാ. ആ. അറബി. ആ. നല്ല മനുഷ്യനാട്ടോ. ഒറ്റ കുഴപ്പമുള്ളൂ, മൂപ്പരെ ഭാഷ ഒരു പിടിയും കിട്ടൂല. ഓല നാട്ടിലൊക്കെ പെണ്ണുങ്ങൾക്ക് ഇങ്ങോട്ടാണല്ലോ പൈസ. സൂറക്ക് നിക്കാന്റെ അന്ന് 5000 റുപ്യ കൊടുത്തു. അതുകൊണ്ട് ഈ വീടൊക്കെ ഒന്ന് നന്നാക്കി. ഇപ്പൊ പൈസ ഒന്നും അയച്ചു തരാറില്ലേ? വരുമ്പോഴേ തരൂ. മൂപ്പര് ഹോട്ടലിൽ മുറിയെടുത്തിട്ട് സോറേനെ അങ്ങോട്ട് വിളിക്കുക ചെയ്യാ. ഞമ്മക്ക് ലുങ്കി ഉടുപ്പും ചായന്റെ പൈസയൊക്കെ തരും. അവസാനം വന്നു പോയിട്ട് ഇപ്പോ 1.5 കൊല്ലായി. ഒരു വിവരവും ഇല്ല. നല്ല മനുഷ്യനാട്ടോ. നിങ്ങൾക്ക് നമ്മളെ ബാപ്പാനെ അറിയാം? ഇല്ലല്ലോ. ബാബുഖാന്റെ ഡ്രൈവറായിരുന്നു. ഒരു ദിവസം ബാബുഖാന്റെ കൂടെ മംഗലാപുരത്ത് പോയതാ. കാർ അപകടത്തിൽ മയ്യത്തായി എന്നാ പറയുന്നത്. അവിടെ തന്നെയുള്ള ഏതോ പള്ളിപ്പറമ്പില് കബറടക്കി. ബാപ്പാന്റെ മരണത്തിൽ സംശയമുണ്ടെന്നും പറഞ്ഞ് ചില ബന്ധുക്കാരൊക്കെ വന്നിരുന്നു പോലീസ് പറയാൻ. ബാബുക്ക പറഞ്ഞു ഒന്നും വേണ്ടെന്ന്. നിങ്ങളെ അച്ഛനും അമ്മയൊക്കെ എവിടെയാ? അവരൊക്കെ കുറെ ദൂരത്താ. ബാപ്പയ്ക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു.